ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ്, സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ചീര കൊണ്ടുള്ള ചീരത്തോരനാണ് കേട്ടോ. ചീരത്തോരനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ലീഫി വെജിറ്റബിൾസൊക്കെ നമ്മുടെ ശരീരത്തിന്, അതായത് ഹെൽത്തിന് വളരെ നല്ലതാണ്, കണ്ണിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചീര എന്നല്ല, ലീഫി വെജിറ്റബിൾസ് ഏതാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല. പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ലീഫി വെജിറ്റബിൾസിലൊക്കെ നല്ല രീതിയിൽ കെമിക്കൽസ് ഉണ്ടാവും. അത് വാടിപ്പോവാതൊക്കെ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നല്ല രീതിക്ക് കെമിക്കൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഇലയൊക്കെ നല്ല രീതിക്ക് കുറേ നേരം ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ചധികം നേരം ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി ഇലയിലൊക്കെ എന്തെങ്കിലും കരടുകളോ അല്ലെങ്കിൽ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നല്ല രീതിക്ക് കഴുകി വേണം കേട്ടോ എടുക്കാനായിട്ട്. ശേഷം വേണം നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് ആദ്യം കണ്ടതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യമായിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കരുത്, തോരനൊക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നാളികേരം നല്ല രീതിക്ക് അരയ്ക്കാൻ പാടില്ല. ജീരകം കൂടെ ചേർത്താണ് കേട്ടോ നമ്മൾ തോരന് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത്. അരച്ചല്ല, ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ നാളികേരം എടുക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇങ്ങനെ നമ്മളൊന്ന് ക്രഷ് ചെയ്താണ് തോരൻ, അവിയൽ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ നാളികേരം എടുക്കാമുള്ളൂ. ശേഷം ഒരു പാൻ ചൂടാവാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കൂടെ നമ്മൾ ഉഴുന്ന് പരിപ്പ് കൂടെ ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ആ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മുടെ തോരനിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഒന്ന് ബ്രൗൺ കളറായി വന്ന് കടുകൊക്കെ പൊട്ടി നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ അരപ്പ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് തേങ്ങ, അതായത് നാളികേരം പാകത്തിന് അരയാം. നമ്മൾ അരഞ്ഞിട്ടില്ല, നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത്. ഇതാണ് കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അരപ്പ്. ശേഷം അരപ്പ് നല്ല രീതിക്ക് അത് കിടന്ന് പൊടികളൊക്കെ ആയിട്ട് പാകമായിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ചീര നമ്മൾ നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എന്താ പറയുക, ചീരയ്ക്ക്, അതായത് ലീഫി വെജിറ്റബിൾസിനൊന്നും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആ തീ കിടന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അതിൽ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മെയിനായിട്ട് ഇതിങ്ങനെ പറയുന്നത് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഇതിൽ പറയുന്നത്. അത് ഏകദേശം നമ്മുടെ ചീര ഒരുവിധമൊക്കെ നന്നായിട്ട് അങ്ങ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് തോരനൊക്കെ വയ്ക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ആ നാളികേരം ഒന്ന് കൃഷി ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതേ ചീരത്തോരൻ ഏകദേശം ഇവിടെ നല്ല രീതിക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ചീരത്തോരൻ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.